വിശദമായ വാർത്തകളിലേക്കാണ്. ആദ്യം തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. ATM കവർച്ചാ കേസിലെ പ്രതികളെ തൃശ്ശൂരിൽ എത്തിച്ചു. ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായാണ് പ്രതികളെ എത്തിച്ചത്. സൂരജ് സജി തൃശ്ശൂരിൽ ചേർന്നു. സൂരജ്, വലിയ കൊലൊടുക്കം സൃഷ്ടിച്ചൊരു കേസാണ്. തമിഴ്നാട് പോലീസ് അതിസാഹസികമായി പിടികൂടിയ പ്രതികളാണ്. അവിടെ റിമാൻഡിലായിരുന്നു. ഒടുക്ം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ തൃശ്ശൂർ പോലീസിന് കൈമാറുന്നു. ഇനി എന്തൊക്കെയാണ് തുടർ നടപടികൾ? സുഹൈൽ, 1.5 മണിക്കൂറിനിടെ തൃശ്ശൂരിലെ 3 ATMകളിൽ വലിയ കവർച്ച നടത്തിയ സംഘത്തെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ എത്തിച്ചിരിക്കുന്നത്. സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിസാഹസികമായി പിടികൂടിയ പ്രതികൾ. പക്ഷേ ഈ പ്രതികളെ ദിവസങ്ങൾക്കിപ്പുറവും ഈ കേരള പോലീസിന് ലഭ്യമായിരുന്നില്ല. ഇന്നലെയാണ് കേരള പോലീസ് ഈ തമിഴ്നാട്ടിലെത്തി ഈ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അന്ന് ഈ ATM ശേഷം ഇവിടെ നിന്ന് ഈ സംഘം കടന്നു കളയുകയും തമിഴ്നാട്ടിൽ വെച്ച് ഇവരുടെ വാഹനം അപകടത്തിൽപ്പെടുകയും പിന്നീട് പോലീസ് ഇവരെ അതിസാഹസികമായി പിടികൂടുകയുമായിരുന്നു. ഇതിനിടയിൽ പോലീസും ഇവരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒപ്പമുണ്ടായിരുന്ന പ്രതികളിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് അത് തമിഴ്നാട്ടിൽ നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ ഇവർ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിമാൻഡിലായിരുന്നു. അവിടെ ഇന്നലെ കേരള പോലീസ് എത്തി, തൃശ്ശൂരിലെ പോലീസ് എത്തി ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് ഇന്ന് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. രാവിലെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് കസ്റ്റഡിയിൽ ലഭിച്ചതോടുകൂടി പ്രതികളുമായി പോലീസ് സംഘം തൃശ്ശൂരിലേക്ക് മടങ്ങുകയായിരുന്നു. തൃശ്ശൂരിലെത്തി ഇപ്പോൾ ജില്ലാ ആശുപത്രികളിൽ പ്രതികളെ ഓരോരുത്തരെയും വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുകയാണ്. വിശദമായ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ പ്രതികളെ തൃശ്ശൂരിലെ അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കും. അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ 3 ATMകളിലും 1.5 മണിക്കൂറിനുള്ളിലാണ് ഈ 3 ATMകളിലും കവർച്ച നടന്നത്. മണിക്കൂറുകൾ പോലും തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മോഷണത്തിന്റെ ആസൂത്രണം എങ്ങനെയായിരുന്നു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത് ഇവർ ഇതിനു മുൻപ്, അതായത് മോഷണത്തിന് മുൻപ് ഇതിന്റെ ഒരു ട്രയൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഉൾപ്പെടെ എന്നാണ് ഇവർ ട്രയൽ നടത്തിയത്, അതിന്റെ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസിന് കണ്ടെടുക്കേണ്ടതുണ്ട്. അതിന്റെ ദൃശ്യങ്ങളായിരിക്കും ഈ കേസിൽ ഏറെ നിർണായകമായി മാറുക. അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെയാണ് ട്രയൽ നടത്തിയത്, ഈ ഓപ്പറേഷന്റെ ആസൂത്രണം എങ്ങനെയായിരുന്നു, അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്കെല്ലാം ഈ തൃശ്ശൂർ പോലീസിന് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ കൂടി ഇന്ന് അയ്യന്തോൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും പ്രതികളെ തൃശ്ശൂരിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. സുഹൈൽ, ശരി, പോലീസിന് അറിയാൻ ഏറെ കാര്യങ്ങളുടെ ഒരു സംഘടിത ആസൂത്രിത കവർച്ചയായിരുന്നു. ഒടുക്കം തമിഴ്നാട് പോലീസ് അതിസാഹസികമായി പിടികൂടി. ഏറ്റുമുട്ടലിൽ കൂട്ടുപ്രതികളിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങനെ കവർച്ച നടത്തിയതിന് മുമ്പ് തൃശ്ശൂരിൽ വന്നിരുന്നോ, ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെ അവർ കണ്ടെത്തി, എത്രത്തോളം ആസൂത്രിതമാണ് കൊലപാതകം നടത്തിയത്, എത്രത്തോളം വൈദഗ്ധ്യം ഇവർക്കുണ്ടായിരുന്നതടക്കം ഒരുപാട് കാര്യങ്ങൾ പോലീസിന് അറിയാനുണ്ട്. മറ്റു വാർത്തയിലേക്കാണ്.